രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുന്നു. പകരം മുസ്ലിം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യവുമായി കാന്തപുരം വിഭാഗം. ന്യൂനപക്ഷ പ്രീണനത്തിനെതിരെ രൂക്ഷ പ്രതികരണവുമായി വെള്ളാപ്പള്ളി നടേശൻ. രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുന്ന കാര്യത്തിൽ പ്രഖ്യാപനം ഉടനുണ്ടാകും. 2 മണ്ഡലങ്ങളിൽ വിജയിച്ച രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തണമെന്നാണ് കോൺഗ്രസിന്റെ ധാരണ. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് രാജി സമർപ്പിക്കാനുള്ള അന്തിമ തീയതി നാളെയാണ്. വിജയിച്ച് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റി 14 ദിവസത്തിനുള്ളിൽ തീരുമാനം അറിയിക്കണമെന്നാണ് ചട്ടം. വയനാട് ഒഴിയാനും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് പദവി ഏറ്റെടുക്കാനും പ്രവർത്തക സമിതി രാഹുലിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഏതു മണ്ഡലം ഒഴിയണമെന്നതിൽ ധർമ്മസങ്കടത്തിലാണ് താനെന്ന് വയനാട് മണ്ഡലം സന്ദർശിച്ച രാഹുൽ വ്യക്തമാക്കിയിരുന്നു. ഉത്തരേന്ത്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിനാലാണ് രാഹുൽ റായ്ബറേലി നിലനിർത്തണമെന്ന ആവശ്യം പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. 7 കേന്ദ്രമന്ത്രിമാരെ തോൽപ്പിച്ച ഇന്ത്യ സഖ്യം യുപിയിൽ മികച്ച വിജയം നേടിയതോടെ സംസ്ഥാനത്തെ പാർട്ടി ജീവിക്കാനാണ് രാഹുലിന്റെ ശ്രമം. യുപിയിൽ 17 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് 6 സീറ്റിൽ വിജയിച്ചിരുന്നു. വയനാട് രാജിവെച്ചാൽ 6 ദിവസത്തിനുള്ളിൽ ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. വയനാട് രാഹുലിന് പകരം പ്രിയങ്കയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം സംസ്ഥാന നേതൃത്വം ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. രാഹുൽ ഒഴിയുന്നതോടെ ഉണ്ടാകാനിടയുള്ള വയനാട്ടിലെ വോട്ടർമാരുടെ നിരാശ മറികടക്കാൻ പ്രിയങ്കയെ തന്നെ രംഗത്തിറക്കണമെന്ന ആവശ്യം സംസ്ഥാന കോൺഗ്രസിൽ ശക്തമാണ്. എന്നാൽ വയനാട്ടിൽ രാഹുലിന് പകരം മുസ്ലിം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കാന്തപുരം വിഭാഗം. നേരത്തെ സമസ്ത അടക്കമുള്ള മുസ്ലിം സംഘടനകൾ സമാന ആവശ്യവുമായി രംഗത്തെത്തിയിരുന്നു. വയനാട്ടിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ പ്രതീക്ഷിക്കുന്നുവെന്ന് കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാരുടെ മകനും SYS സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ കാന്തപുരം അബ്ദുൽ ഹക്കീം അസ്ഹരി പറഞ്ഞു. മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ് വയനാട്. നേരത്തെ മുസ്ലിം സ്ഥാനാർത്ഥികളായിരുന്നു ഇവിടെ നിന്നും മത്സരിച്ച് വിജയിച്ചിരുന്നത്. 2019 ടി സിദ്ദിഖിനെ സ്ഥാനാർത്ഥി നിശ്ചയിച്ചതിന് ശേഷമാണ് രാഹുൽ ഗാന്ധി വന്നത്. വയനാട് ഒറ്റക്കെട്ടായ രാഹുൽ ഗാന്ധിയെ സ്വാഗതം ചെയ്തു. പക്ഷേ പാർലമെന്റിൽ മുസ്ലിം അംഗങ്ങൾ കുറവായ സാഹചര്യത്തിൽ ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുസ്ലിം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ തയ്യാറാകണമെന്ന് അബ്ദുൽ ഹക്കീം അസ്ഹരി ആവശ്യപ്പെട്ടു. ഇരു മുന്നണികളുടെയും ന്യൂനപക്ഷ പ്രീണനത്തിനെതിരെ രൂക്ഷ പ്രതികരണം ഉയർത്തി SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ വയനാട് മുസ്ലിം സ്ഥാനാർത്ഥിയെ രാഹുലിന് പകരക്കാരനായി മത്സരിപ്പിക്കാനുള്ള ധൈര്യം കോൺഗ്രസ് കാണിക്കുമോ എന്നറിയാൻ അധിക നാൾ കാത്തിരിക്കേണ്ടി വരില്ല.